ലൈവ് 6 സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. വർഗീയ ധ്രുവീകരണത്തിന് ശ്രമമെന്ന് കെ.സി. വേണുഗോപാൽ. വിഭാഗീയതയ്ക്കുള്ള ശ്രമമെന്ന് പ്രകാശ് കാരാട്ട്. മോദിക്കെതിരെ കേസെടുക്കണമെന്ന് പിണറായി വിജയൻ. കേരളം ബൂത്തിലേക്ക് എത്താൻ ഇനി 4 നാൾ മാത്രം. ആരോപണങ്ങൾ കടുപ്പിച്ച മുന്നണികൾ. വടകരയിൽ അശ്ലീല ദൃശ്യം പ്രചരിപ്പിച്ചുവെന്ന് ആവർത്തിച്ച് എം.വി. ഗോവിന്ദൻ. പിണറായിക്കെതിരെ ഇഡിക്ക് പരാതി നൽകാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടെന്ന് കെ. സുധാകരൻ. പ്രിയങ്കയും രാഹുലിനെയും വീണ്ടും വിമർശിച്ചു മുഖ്യമന്ത്രി. കെ. സുരേന്ദ്രനെതിരെ ചട്ടലംഘനത്തിന് പരാതി. മതസ്പർദ്ധ വളർത്തുന്ന പരാമർശങ്ങൾ നടത്തിയെന്ന ആരോപണം. ആനി രാജയ്ക്കെതിരെ കമ്മീഷന് പരാതി നൽകി ബി.ജെ.പി. പ്രചാരണത്തിന് കുട്ടികളെ ഉപയോഗിച്ചു എന്ന ആക്ഷേപം. ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം ഉൾപ്പെടുത്തി സ്ഥാപിച്ച ബോർഡ് ബി.ജെ.പി. നീക്കി. തെരഞ്ഞെടുപ്പിൽ നിലപാട് പറഞ്ഞ് സഭാ നേതൃത്വങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് അവഗണനയെന്ന് മാർ ജോസഫ് പംപ്ലാനി. വന്യജീവി ആക്രമണത്തിലും റബ്ബർ വിലയിലും നീതി കിട്ടിയില്ലെന്ന് വിമർശനം. തെരഞ്ഞെടുപ്പിൽ സമദൂരമെന്ന് ഓർത്തഡോക്സ് സഭ. മണിപ്പൂർ മനസ്സിലുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. പൂരത്തിനു പിന്നാലെ വിവാദങ്ങളുടെ വെടിക്കെട്ട്. പൂരം നടത്തിപ്പിന് പ്രത്യേക നിയമം വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം. പോലീസ് നിയമങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ തയ്യാറല്ല. ചടങ്ങുകൾ അലങ്കോലമായതിൽ ഗൂഢാലോചനയെന്ന് സുരേഷ് ഗോപി. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ. മുരളീധരൻ. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുടൻ. ആലപ്പുഴയിൽ 60കാരിയെ കൊന്ന് കുഴിച്ചുമൂടി സഹോദരൻ. വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്ന് മൃതദേഹം പുറത്തെടുത്തു. സഹോദരൻ കസ്റ്റഡിയിൽ. ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നെന്ന് വെളിപ്പെടുത്തൽ. ചെസ്സിൽ ചരിത്രമെഴുതി ഇന്ത്യൻ താരം ഡി ഗുഗേഷ്. 17-ാം വയസ്സിൽ കാൻഡിഡേറ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം. അമേരിക്കൻ താരത്തെ സമനിലയിൽ തളച്ചു. ടൂർണമെന്റിൽ ചാമ്പ്യനാകുന്ന പ്രായം കുറഞ്ഞ താരം. നാലാം നാൾ കേരളം ബൂത്തിലേക്ക്. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21-ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. വിവാദ പരാമർശത്തിൽ നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് വിവാദ പരാമർശമുണ്ടായത്. കോൺഗ്രസ് ജയിച്ചാൽ അവർ രാജ്യത്തിന്റെ സമ്പത്ത് നുഴഞ്ഞേറ്റക്കാർക്ക് നൽകും എന്ന് മോദി പറഞ്ഞിരുന്നു. മുസ്ലിങ്ങൾക്കാണ് ആ സമ്പത്തിന്റെ ആദ്യ അധികാരമെന്ന് മൻമോഹൻ സിംഗ് സർക്കാർ പറഞ്ഞിട്ടുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇതാണ് വിവാദമായത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മതത്തെ ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്ന് പരാതിയിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. മോദിയുടെ വിവാദ പ്രസംഗത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ്. രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്നും കെ.സി. വേണുഗോപാൽ വിമർശിച്ചു. നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ പരാമർശം വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് പ്രകാശ് കാരാട്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. പ്രസംഗത്തിനെതിരെ CPM രാജസ്ഥാൻ പോലീസിൽ പരാതി നൽകുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കോൺഗ്രസിനെ വിജയിപ്പിച്ചാൽ രാജ്യത്തിന്റെ സമ്പത്ത് കൂടുതൽ മകളുള്ളവർക്ക് നൽകുമെന്നാണ് മോദി രാജസ്ഥാനിൽ പറഞ്ഞത്. മുസ്ലിങ്ങളെയാണ് മോദി ഉദ്ദേശിച്ചതെന്നാണ് ആരോപണം. Prime Minister Modi has made a most objectionable speech in Rajasthan. All the opposition parties have raised serious objection to the speech. Our leader in Rajasthan is filing a complaint today, an FIR against this speech made by Narendra Modi.
BJPയെ താഴെയിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പാകുമെന്ന് MV ഗോവിന്ദൻ. ഇനിയും BJP അധികാരത്തിൽ വന്നാൽ ഇനിയൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. എന്തും പറയാവുന്ന മാനസികാവസ്ഥയിലാണ് പ്രധാനമന്ത്രി. ഭരണഘടനയും ഫെഡറൽ സംവിധാനവും BJP ഇല്ലാതാക്കുമെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ BJPയെയും സംഘപരിവാർ വിഭാഗത്തെയും താഴെയിറക്കാൻ നമുക്കാവുന്നില്ല എങ്കിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പാവാനാണ് സാധ്യത. പിന്നെ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തുണ്ടാവുമെന്ന പ്രതീക്ഷ വേണ്ട. ഇപ്പോഴും വോട്ട് ചെയ്തത് അവസാനത്തെ വോട്ടാണ് എന്ന് തീരുമാനിക്കേണ്ടി വരും. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന ക്ലിപ്പുകളും ചിത്രങ്ങളും പ്രചരിപ്പിച്ചുവെന്ന് ആവർത്തിച്ച് MV ഗോവിന്ദൻ. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ വിദഗ്ധന്മാർ ഷാഫി പറമ്പിലിനൊപ്പം വടകരയ്ക്ക് പോയി. ഇപ്പോൾ അവർ അശ്ലീലം പ്രചരിപ്പിക്കുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അശ്ലീലം എന്ന് പറഞ്ഞാൽ ചെറിയ അശ്ലീലമൊന്നുമല്ല. പിണറായി വിജയന്റെ തല, ശൈലജ ടീച്ചറെ തല, ബാക്കിയെല്ലാം വേറെയാന്ന് പറഞ്ഞാൽ ശൈലജ അശ്ലീലം. എന്നിട്ട് വീട്ടിലേക്കുള്ള കുടുംബ ഗ്രൂപ്പുകളുണ്ടല്ലോ, ആ ഗ്രൂപ്പുകളിലേക്ക് അയക്കുക. മോർഫ് ചെയ്ത ഇത്തരം പടങ്ങൾ ശൈലജ ടീച്ചറെ അപമാനിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മോർഫ് ചെയ്ത പടങ്ങളും മെസ്സേജുകളും ക്ലിപ്പുകളുമെല്ലാം ലോകവ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടം UDFന്റെ സ്ഥാനാർത്ഥിക്കാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിനുവേണ്ടി അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇവർ തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ EDക്ക് പരാതി നൽകാൻ രാഹുൽ ഗാന്ധിയോട് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് K സുധാകരൻ. രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ പിണറായി വിജയനും MV ജയരാജനും എന്ത് യോഗ്യതയാണുള്ളത്? കടലിനെയും കടലാടിയെയും ആരും താരതമ്യം ചെയ്യില്ലെന്നും കേരളത്തിൽ 20 സീറ്റും ഇത്തവണ UDF നേടുമെന്നും K സുധാകരൻ ന്യൂസ് 18നോട് പറഞ്ഞു. കണ്ണൂരിൽ മത്സരിക്കുന്ന ശ്രീ K സുധാകരൻ അദ്ദേഹത്തിൻ്റെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഇടയിലാണ്. ഏറ്റവും അവസാന മണിക്കൂറുകളാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ ആരോപണമാണ് പ്രധാനമന്ത്രിയെ ഇതുവരെ വിമർശിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ ആരോപണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ പഴയ പേര് ഓർക്കണമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം MV ജയരാജനും ഇദ്ദേഹത്തെ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച് രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണി ആ ഒരു തരത്തിലേക്ക് ഒരു ശക്തമായ ഒരു സാന്നിധ്യമായി രാജ്യത്ത് വരും എന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ടോ? ഉറപ്പായി. അപ്പോൾ അവർക്ക് ആകെപ്പാടെ ഞങ്ങളെക്കുറിച്ച് മാത്രമേ ഭയപ്പാടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും മനസ്സിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയും. അവർക്ക് രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ എന്ത് അവകാശം? ഈ പിണറായി വിജയനും അതുപോലെ നരേന്ദ്രമോദിക്കും എന്ത് അവകാശമാണ്? ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ എന്ത് ഗുണമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്? ഈ വീട്ടിൽ കിടക്കുന്ന പിണറായി വിജയന് വേറെ ഒരു കാര്യമില്ലേ? അദ്ദേഹം ഈ സംസ്ഥാനത്തിന്റെ പൊതുഖജനാവ് ദൂർത്തടിച്ച് കള്ളപ്പണം കൊള്ളപ്പണമാക്കി മാറ്റി സ്വന്തം കുടുംബത്തെ പോറ്റി അതൊക്കെ കേസും കോടതിയുമായി നടക്കുമ്പോൾ നാണവും മാനവും ഉള്ള ഒരു മുഖ്യമന്ത്രി ഈ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിനെതിരെ എന്താ ചാർജ്? രാഹുൽ ഗാന്ധിക്ക് എന്താ മൈനസ് പോയിന്റ്സ്? എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്താ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഔന്നത്യം, അത് അദ്ദേഹത്തിന്റെ ആവശ്യപ്പെടുമോ? രാഹുൽ ഗാന്ധിയോട് ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം. അല്ല, ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. പക്ഷെ അതൊക്കെ രാഹുൽ ഗാന്ധിന്റെ ഔന്നത്യമാണ്. രാഹുൽ ഗാന്ധി എവിടെ? പിണറായി വിജയൻ എവിടെ? നിങ്ങൾ കടലും കടലാടിയും പോലത്തെ ഒരു ഉപമയം കൊണ്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഈ പിണറായി വിജയന്റെ ഈ വിഡ്ഢിത്തരത്തിന് മറുപടി പറയാൻ ആർക്ക് പറ്റും? ഞാൻ പോലും ലജ്ജിക്കുക അദ്ദേഹത്തിന് മറുപടി പറയുന്നത്. ഈ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ LDFനൊപ്പം നിന്നാൽ മാത്രമേ അവർക്ക് ഇനി ഇന്ത്യയിൽ LDF അല്ലേ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്? ആകെയുള്ളത് കാവൂർ ഈ കേരളത്തിലാ. ബംഗാൾ പോലും നശിപ്പിച്ച് നാരായണക്കല്ലാക്കി. എവിടെ അവരുള്ളത്? അവരെവിടെ ജയിക്കാനാ? ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ അങ്ങ് പ്രധാനമായും വോട്ടർമാരോട് പറയുന്നത് എന്താണ്? ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം. ജനാധിപത്യവും മതേതരത്വവുമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനാർഹമായ നേട്ടം. അത് നിലനിർത്തി കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ അസറ്റാണ് ഈ പറയുന്ന ജനാധിപത്യവും മതേതരത്വവും. അത് നിലനിർത്തണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് അധികാരം കോൺഗ്രസിന്റെ കയ്യിലേക്ക് എത്തിക്കണം. എത്ര വോട്ടുകൾ അല്ലെങ്കിൽ എത്ര സീറ്റുകൾ കേരളത്തിൽ ഞങ്ങൾ 2020 നിൽക്കുകയല്ലേ?
ഇപ്പോഴും നമ്മൾ മാറിയിട്ടൊന്നുമില്ല അഭിപ്രായം. ഡയറക്ടർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ മാറ്റിയൊന്നുമില്ല. 20 out of 20 ഇപ്പോഴും 20-ൽ 20 താൻ തന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് ഇത്തവണ വിജയിക്കാൻ കഴിയും എന്നാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സുരേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജയ്ക്കെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി BJP. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുട്ടികളെ ഉപയോഗിച്ചു എന്നാണ് പരാതി. പെരുമാറ്റ ചട്ടലംഘനമാണ് നടന്നതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കെ സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് പരാതി. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വർഗീയ ചേരിതിരിവും മതസ്പർദ്ധയും വളർത്തുന്ന പരാമർശങ്ങൾ നടത്തിയെന്നാണ് പരാതി. വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കോൺഗ്രസിന്റെ പരിഗണന മുസ്ലിങ്ങൾക്ക് മാത്രമാണെന്നും കേരളത്തിൽ 80% കിട്ടുന്നത് മുസ്ലിങ്ങൾക്കാണെന്നുമായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഇതിനെതിരെ രാഷ്ട്രീയ യുവ ജനതാദളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആദ്യം കൊടുക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇവിടെ ഈ ചോദ്യം ഇടതുപക്ഷം കോൺഗ്രസും ചോദിക്കുന്നുണ്ടല്ലോ. ഇവിടെ 2 ന്യൂനപക്ഷങ്ങളുണ്ട്. കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളാണ്. 80-20 അനുപാതത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഞങ്ങളാണ്. ക്രിസ്ത്യാനികൾക്ക് അവരുടെ അർഹമായിട്ടുള്ള ആനുകൂല്യം വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ, മറ്റ് ആനുകൂല്യം കൊടുക്കുമ്പോൾ, തൊഴിലവസരങ്ങൾ കൊടുക്കുമ്പോൾ 80-20 ഇവിടുത്തെ അനുപാതം. അതെങ്ങനെ സാധിക്കുന്നത്? 19% വരുന്ന ക്രൈസ്തവർക്ക് കിട്ടേണ്ട ആനുകൂല്യം, ജനസംഖ്യാനുപാതിക ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. അതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമന്ത്രി അതാണ് പറഞ്ഞത്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം മാത്രമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് കേരള രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നത്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ സംഘടിത വോട്ട് ബാങ്ക് ഉണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം നടക്കണം. മറ്റുള്ളവരൊന്നും ന്യൂനപക്ഷത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. ക്രിസ്ത്യാനികളോട് ചിറ്റമ്മ നയമാണ് കേരളത്തിലുള്ളത്. ചർച്ച ചെയ്യേണ്ടത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കെ സുരേന്ദ്രനെതിരെ കോൺഗ്രസ്. സുരേന്ദ്രൻ വിഭാഗീയ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയാണെന്ന് ടി സിദ്ദിഖ് ആരോപിച്ചു. വന്യജീവി ആക്രമണത്തിൽ ഉൾപ്പെടെ ഒന്നിച്ചു നിന്ന ജനതയാണ് വയനാട്ടിലേത്. 4 വോട്ട് കിട്ടാനാണ് സുരേന്ദ്രന്റെ വിഭാഗീയ പരാമർശങ്ങളെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. ഇന്ന് BJP സ്ഥാനാർത്ഥി ശ്രീ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിലെ വാചകം ഒരിക്കൽ പോലും ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്നോ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്ത് നിന്നോ വരാൻ പാടില്ലാത്ത സമീപനമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വിഭാഗീയത ഉണ്ടാക്കുക, വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കുക. അദ്ദേഹത്തോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തോടു കൂടിയും ഒരുമിച്ച് പോകുന്ന വന്യമൃഗ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, കാർഷിക മേഖലയിലെ പ്രതിസന്ധിയുടെ സമയത്ത് ഒന്നിച്ചു നിന്ന് സ്നേഹത്തിന്റെ ഇണക്ക് ചരടിൽ അതിജീവന പോരാട്ടം നടത്തുന്ന ജനതയാണ് വയനാട്ടിലെ ജനത. ഈ ജനതയുടെ മുമ്പിൽ വിഭാഗീയതയുടെ വിത്തിട്ട് ആ പരിപ്പ് വയനാടിന്റെ വറവ് ചട്ടിയിൽ വേവിക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ സമീപനം ഒരു കാരണവശാലും നടക്കില്ല. അത് അദ്ദേഹത്തിന്റെ വ്യാമോഹം മാത്രം. ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം ഉൾപ്പെടുത്തി സ്ഥാപിച്ച ബോർഡ് BJP നീക്കി. തങ്ങളുടെ അറിവോടെയല്ല ബോർഡ് സ്ഥാപിച്ചതെന്ന് ഇന്നസെന്റിന്റെ കുടുംബം പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവാദ ബോർഡ് നീക്കം ചെയ്തത്. അതിനിടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തു. മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത്. ലൈവ് അറ്റ് 6 തുടരും. ഇടവേളയ്ക്ക് ശേഷം അത് പിണറായി വിജയൻ തീരുമാനിക്കേണ്ട കാര്യമല്ല. CPM സമ്മേളനത്തിൽ
ഇടപാർത്തലേക്ക് തെരഞ്ഞെടുപ്പിൽ സമദൂരമെന്ന് ഓർത്തഡോക്സ് സഭ സമ്മർദ്ദശക്തിയായി മാറാൻ ആഗ്രഹിക്കുന്നില്ല. സഭ നേരിട്ടിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ വെച്ചാകും വിശ്വാസികൾ വോട്ട് ചെയ്യുക. മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിശ്വാസികളുടെ മനസ്സിലുണ്ടാകും. മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന, ജനാധിപത്യം കാത്തുസൂക്ഷിക്കുന്ന ആളുകൾ ജയിച്ചു വരണമെന്നും സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ പറഞ്ഞു. ജനാധിപത്യത്തിന് കരുത്തേകാൻ, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കരുത്തേകാൻ നിശ്ചയമായും സഭാമക്കൾ ഒറ്റക്കെട്ടായി ആ ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ അനുഭവങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തിക്കൊണ്ട് അവർ അവരുടെ സമ്മതിദാനാവകാശം. നാടിന് നന്മയുള്ളവർ ആരായാലും, അവർ ഏത് മുന്നണിയിൽപ്പെട്ടവരായാലും നാടിന് നന്മയുള്ളവർ വിജയിച്ചു വരണം. അത് വിവേചിച്ചറിയാനുള്ള പ്രാപ്തി സഭാമക്കൾക്കുണ്ട്. മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ വിജയിച്ചു വരണമെന്നുള്ളതാണ് സഭ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ വിജയിച്ചു വരട്ടെ, അവർ ഏത് മുന്നണിയിലുള്ളവരായാലും. വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ നടപടികൾ ഉണ്ടായില്ല എന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. റബ്ബറിന്റെ വില 300 രൂപയാക്കി ഉയർത്തണമെന്ന് അത് ന്യായമായ ആവശ്യം ഉന്നയിച്ചപ്പോൾ രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ച് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമിച്ചത്. മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ പ്രശ്നമായി മാത്രം കാണരുതെന്നും മാർ ജോസഫ് പാംപ്ലാനി ന്യൂസ് 18നോട് പറഞ്ഞു. അഭിബന്ദനായ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. പിതാവ് വളരെ കാലങ്ങളെ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളാണ് ഈ വന്യജീവി പ്രശ്നങ്ങളിൽ നിന്നുള്ളൊരു ശാശ്വത പരിഹാരം, അതുപോലെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ. ഇതൊക്കെ ഈ കാലങ്ങളായി ഇങ്ങനെ ആവശ്യപ്പെടുമ്പോഴും അത് വേണ്ടത്ര രീതിയിൽ ഗൗരവത്തോടെ സർക്കാരുകൾ എടുത്തിട്ടുണ്ടോ? അതിലൊരു പരിഹാരം അടുത്ത കാലത്തുണ്ടാകും എന്നൊക്കെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ പല വേദികളിൽ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും മുൻപിൽ മാറി മാറി ഉന്നയിച്ചിട്ടുള്ളതാണ്. മലയോര കർഷകരുടെ വിഷയം അത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതി മത ചിന്തയുടെയോ പരിണിതഫലമായിട്ട് ഉന്നയിക്കുന്നതല്ല. മറിച്ച് ഒരു പ്രദേശത്തെ സാധാരണ മനുഷ്യർ, അത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഒരു ജനതയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ. പ്രത്യേകിച്ച് വന്യമൃഗശല്യം എന്ന് പറയുന്നത് ഇവിടെ കൃഷി ഒരു ഉപജീവന മാർഗമായി സ്വീകരിക്കുന്നവരാണ് മലയോരത്തെ 80% വരുന്ന മനുഷ്യർ. അവരുടെ ഉപജീവനം അസാധ്യമാക്കുന്നത് ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവമാണ്. അതിന് പരിഹാരം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്ന അടിസ്ഥാനപരമായ വിഷയമാണ്. കാരണം കൃഷി ചെയ്യാൻ പറമ്പിൽ ഇറങ്ങാൻ മേലാത്ത അവസ്ഥ നിലനിൽക്കുന്നു. ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിന് സർക്കാരുകൾക്ക് നിയമ തടസ്സങ്ങളാണുള്ളത് എന്ന് പറഞ്ഞ് അവർ പരസ്പരം പഴിചാരി രക്ഷപ്പെടുന്നതല്ലാതെ 1972 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് കേരള സർക്കാർ പറയുന്നത്. കേന്ദ്ര സർക്കാരിനോട് പറയുമ്പോൾ അവർ പറയുന്നത് ഉപദ്രവകാരികളായ മൃഗങ്ങളെ, വന്യജീവികളെ നിയന്ത്രിക്കാനും ഇല്ലായ്മ ചെയ്യാനും കൊന്നൊടുക്കാനുമുള്ള പ്രൊവിഷൻ 72 വന്യജീവി നിയമത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതെന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നില്ല എന്ന മറുചോദ്യമാണ് അവർ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ലെന്ന് CPI ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ. അധികാരം ലഭിച്ചതിന് ശേഷം മാത്രമാകും ആരാണ് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുക. വയനാട്ടിൽ ആനി രാജ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. വിജയിക്കാനാണ് CPI സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പിണറായിയെയും ഇടതുപക്ഷത്തെയും വിമർശിക്കുന്നത് രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണെന്നും ഡി രാജ പറഞ്ഞു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. ഇടതുപക്ഷത്തെ ദേശീയ നേതാക്കളെല്ലാം തന്നെ ഇവിടെ പ്രചാരണത്തിൽ സജീവമാണ്. CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. BJP is claiming they will win 400 seats this time. Do you think they can? This is what Mr. Modi has started declaring. NDA 400, BJP 370. On what basis he is creating such a narrative? People are questioning, people are wondering. Mr. Modi is known for making hyperbolic claims. Mr. Modi is known for resorting to rhetorics and theatrics. And during election time, he makes such a big claims. What is the basis? 400, 370. We know the ground reality. We are also moving with people. In North, BJP's number will be
reduced, and that is why Ms. Modi, Ms. Amit Shah, they are all frequently they were rushing to Tamil Nadu, Kerala and other South Indian states in order to pick up some seats here and there. But that is not going to happen. But what is the basis for their claim? Let them say. What is the basis for their claim? Let them say. That is why we are saying this is an hyperbolic claim made by Ms. Modi in order to condition the thinking of the people, in order to hijack the thinking of the people at the time of elections. Rahul Gandhi is the Prime Minister candidate of India Alliance. Do you think he has to win or Annie Raja to win in Wayanad? You see, I do not know who has informed you. Rahul Gandhi is Prime Ministerial candidate. India Alliance has not discussed, has not decided any individual as Prime Ministerial candidate. Number one. 11:06 ഒരു ഇടവേള കൂടി. തുടർന്നു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജു ചന്ദ്രശേഖറിനെതിരെ നടൻ പ്രകാശ് രാജ് തന്റെ നാട്ടിൽ നിന്നുള്ള രാജ്യസഭാ MP എന്ന നിലയിൽ രാജു ചന്ദ്രശേഖർ ഒന്നും ചെയ്തില്ല, സമ്പത്ത് മറച്ചുവെച്ച് രാജു ചന്ദ്രശേഖർ ആളുകളെ പറ്റിക്കുകയാണ്. ശശി തരൂർ രാജ്യത്തിന്റെ അഭിമാനമാണ്, താൻ ഇടതുപക്ഷത്തിനെതിരല്ല. തിരുവനന്തപുരത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തരുതായിരുന്നുവെന്നും പ്രകാശ് രാജ് പറഞ്ഞു. For the last 18 years, a Rajya Sabha MP of Karnataka, my state, who has not raised a question, who has not worked for a state where he was there for such almost 2 decades. I want to tell you that he was there and he has not been given a seat there. He is coming here and claiming that he is a leader, a place where he was there for 18 years. Especially the last term where Karnataka gave 25 MPs. And this man, as a Rajya Sabha and the finance minister of this country. ലവ് ജിഹാദിൽ LDF UDF സ്ഥാനാർത്ഥികൾ ഒരക്ഷരം മിണ്ടുന്നില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ലവ് ജിഹാദ് സംസ്ഥാനത്ത് സജീവമായിട്ടുള്ള വിഷയമാണ്. സജീവ് മഞ്ഞക്കടമ്പിൽ NDAയിലേക്ക് വരുന്നത് ഗുണം ചെയ്യും. PC ജോർജ് പ്രചാരണത്തിനെത്താത്തതിനെ കുറിച്ച് അറിയില്ലെന്നും തുഷാർ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം സഭകൾക്കൊപ്പം ഇങ്ങനെയുള്ള തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെയായിരിക്കും എന്റെ ഭാഗത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അത് 100% ഉറപ്പ് സഭകൾക്ക് ഞാൻ നൽകിയ. ഒരു കാരണവശാലും ലവ് ജിഹാദ് വിഷയം വളരെ സജീവമായി ഇന്ന് നിലനിൽക്കുന്ന വിഷയമാണ്. ഇതിനെക്കുറിച്ച് ഇപ്പം ഈ പറയുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് ആരും പറയാൻ ഈ പറയുന്ന 2 സ്ഥാനാർത്ഥികളും ഇതിനെക്കുറിച്ച് എന്താ ഒരു അക്ഷരം പോലും ഇണ്ടാത്തത്? ലവ് ജിഹാദ് ഉള്ളതുകൊണ്ടല്ലേ ഈ പറയുന്ന ഇലക്ഷൻ സമയത്താണല്ലോ ഈ കേരള സ്റ്റോറി ഇടുക്കി കാണിച്ചത്. അപ്പോഴത്തേക്ക് എന്തുപറ്റി വിവാദമായ വിഷയമല്ലേ? അപ്പൊ അതെങ്ങനെ വിവാദമാകാതിരിക്കും? വളരെ വിവാദമായിട്ടുള്ള വിഷയമായിരുന്നു ലവ് ജിഹാദ്. സഭകൾ അവിടെ നിന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് വിവാദമല്ലാത്ത സ്ഥാനം ഞാനെന്തോ വിവാദമാക്കി കൊണ്ടുപോയത് വന്ന പോലെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലവ് ജിഹാദ് ഈ ഇലക്ഷൻ സമയത്ത് ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ കേരള സ്റ്റോറി കാണിച്ച സമയത്ത് ഇത്രയും കൂടുതൽ വലിയ എല്ലാവരും ഇത്രയും കൂടുതൽ പ്രഖ്യാപനം നടത്തിയതിന്റെ കാരണം അത് ചില ന്യൂനപക്ഷമായിട്ടുള്ള ചില ആളുകൾ കാണിക്കുന്ന കുഴപ്പങ്ങളെ തുറന്നു കാട്ടി അതിന് വിരോധം ഉയർത്തി കാര്യമില്ല. അത് ഫാക്റ്റാണ് എന്നുള്ളത് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തിരുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട AK ആന്റണി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് നമ്മളോട് പറഞ്ഞത് ഇതിവിടെ ഉണ്ട് എന്ന്. അതുകൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കുകയും കേരളത്തിൽ തന്നെ ഏറ്റവും പേരുകെട്ട പോലീസ് ഓഫീസർമാരാണ് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർ ജോലിയിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രം. രാഹുൽ ഗാന്ധിയുടെ നാളത്തെ പര്യടന പരിപാടികൾ റദ്ദാക്കി. കഴിഞ്ഞ ദിവസം പര്യടനത്തിനിടെ രാഹുലിന് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. ഇതേ തുടർന്ന് റാഞ്ചിയിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ രാഹുൽ പങ്കെടുത്തില്ല. ഇന്ന് കേരളത്തിൽ നിശ്ചയിച്ചിരുന്ന പരിപാടികളും റദ്ദാക്കിയിരുന്നു. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya.
ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21-ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഒരു ഇടവേള കൂടി. വാർത്തയിലേക്ക്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. ഇൻസുലിൻ നൽകാനും എല്ലാ ദിവസവും 15 മിനിറ്റ് ഡോക്ടർമാരുമായി വീഡിയോ കോൺഫറൻസ് അനുവദിക്കാനും തിഹാർ ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്ന ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളി. എയിംസ് ഡയറക്ടർ തലവനായിട്ടുള്ള മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ കോടതി ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടു. കെജ്രിവാളിന് ഇൻസുലിൻ നൽകേണ്ടതുണ്ടോ എന്ന് ബോർഡ് തീരുമാനിക്കും. ബോർഡിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി ഒരു ചികിത്സയും പാടില്ല എന്നും കോടതി പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ പോലീസ് നടപടിയിൽ സർക്കാർ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടും തീരാതെ വിവാദം. ഒട്ടേറെ പ്രയാസങ്ങൾ സഹിച്ചാണ് പൂരം നടത്തിയതെന്ന് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. പോലീസ് നിയമങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ ഇനി തയ്യാറല്ലെന്നും പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്നും ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ ആവശ്യപ്പെട്ടു. ഇത് വളരെ ദൗർഭാഗ്യകരമായി പോയി. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാ മലയാളികൾക്കും, പൂരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് അന്നുണ്ടായത്. മാത്രമല്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട്. എത്ര പറഞ്ഞാലും, മീറ്റിങ്ങിൽ ആവർത്തിച്ച് കാര്യങ്ങൾ പറഞ്ഞാലും ഇവിടെ വന്നാലൊക്കെ മാറി. പോലീസ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നിയന്ത്രണങ്ങൾ അവർ വെച്ചോട്ടെ, പക്ഷെ അനാവശ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അവ പെരുമാറാൻ അവർ പാടില്ല. മാത്രമല്ല കുറേ കൂടി ജനകീയമാവണം. അപ്പോൾ ഈ ഞങ്ങളുടെ ആവശ്യം എന്താണെങ്കിൽ വരും വർഷങ്ങളിൽ ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ സ്ഥിരമായ ഒരു സംവിധാനം അത് നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട്, പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട്, അത് മന്ത്രിസഭാ യോഗം കൂടി ഇനി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും തൃശ്ശൂർ പൂരം അതിൻ്റെ നടത്തിപ്പ് ഞങ്ങൾക്ക് തരാം. സുരക്ഷാ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അവർക്ക് ജനങ്ങളുടെ സുരക്ഷ, മറ്റുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ. മുൻകാലങ്ങളിൽ എങ്ങനെയാണോ പൂരം നടന്നിരുന്നത് അതുപോലെ തന്നെ പൂരം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള അനുമതി അത് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഓരോ വർഷവും യോഗം കൂടി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങളെ വിളിച്ച് ഓരോ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അവരാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും നമുക്ക് എന്താ പറയുക, നല്ല രീതിയിൽ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. കമ്മീഷണർക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്കും എതിരായ നടപടിക്ക് ശേഷവും പൂരത്തിലെ രാഷ്ട്രീയ വിവാദം ഒടുങ്ങുന്നില്ല. ചടങ്ങുകൾ അലങ്കോലമായതിൽ ഗൂഢാലോചനയെന്ന് സുരേഷ് ഗോപിയും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരനും ആവശ്യപ്പെട്ടു. അനാവശ്യ ന്യായങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ തല്ലിയത് വരെ ആദ്യത്തെ ചരിത്രമാണല്ലേ. അവരക്രമത്തിന് വന്നതല്ലല്ലോ. അവരുടെ ആസ്വാദനമില്ലെങ്കിൽ ഈ പൂരപ്രേമികൾ മാത്രമല്ല, ഇത് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനകത്തുനിന്ന് ഒരുപാട് കമേഴ്ഷ്യൽസ് അല്ലേ. ആ കമേഴ്ഷ്യൽ ശൃംഖലയോട് നിങ്ങൾ ടി വി ചാനലുകൾ എന്ത് ഉത്തരം പറയും? ഇതെല്ലാം ബിസിനസ് അല്ലേ. പൂരപ്പറമ്പിൽ എത്ര ദിവസത്തെ കച്ചവടമാണ് നടക്കുന്നത്? അതിന് GST ഇല്ലേ? അത് വരുമാനമല്ലേ? എക്സിബിഷൻ മുടക്കിച്ചില്ലേ? ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ? സ്റ്റാള് പൂട്ടിച്ചില്ലേ? അറിഞ്ഞോ നിങ്ങൾ? എന്നെ 2 മണിക്ക് വിളിച്ച് ഞാൻ അവിടുന്ന് 2:10 പുറപ്പെട്ട് അവിടെ ഒരു 2:20 എത്തി. എന്നെ 3/4 മണിക്കൂർ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ആരെയൊക്കെ വിളിക്കണോ അവരെല്ലാം വിളിച്ച് കെഞ്ചിയതാണ്. എനിക്ക് പറ്റാത്ത കണ്ടീഷനായിരുന്നു. എന്നിട്ടും സേവാഭാരതിയാണ് വന്ന് എന്നെ അവിടെ എത്തിച്ചത്. അവിടെ പോയി അവരോട് സംസാരിച്ചു. ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. കാരണം അതെല്ലാം ദേവസ്വത്തിൻ്റെ അവകാശങ്ങളുണ്ട്. അതിനെ നമുക്ക് അങ്ങനെ അങ്ങ് വീറ്റോ ചെയ്യാനൊന്നും ഒക്കത്തില്ല. നമ്മൾ ഔട്ട്സൈഡേഴ്സാണ്.
ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അടുത്ത് പോയി സംസാരിച്ചു. അവർക്ക് അതിന്റെ ന്യായം മനസ്സിലായി. അവർ വെടിക്കെട്ട് പകലായാലും നടത്താനങ്ങ് തീരുമാനിച്ചു. വൈകുന്നേരത്തേക്ക് പെർമിഷൻ ചോദിച്ചാണ്. ഗൂഢാലോചന എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, കമ്മീഷണർ മാറ്റിയോണ്ട് പ്രശ്നം തീരില്ല. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂര ദിവസം അവിടെ കാണാത്ത BJP സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരണം. അർദ്ധരാത്രി ആയതുകൊണ്ട് രാജൻ അവിടെ നിൽക്കേണ്ടതാണ്. ബിന്ദുവാണത്തിന് പിന്നെ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ അവർ പോയി കാണും. പക്ഷേ രാജന് ഉത്തരവാദിത്തമുണ്ട്. രാജനിത് കഴിയുന്നത് വരെ സ്ഥലത്ത് നിൽക്കേണ്ടതായിരുന്നു. വെറുതെ നിന്നിട്ട് കാര്യമില്ല. ശക്തമായിട്ട് നിർദ്ദേശം കൊടുക്കണം. ഇപ്പോൾ പെരുമാറ്റച്ചട്ടം ഉണ്ടെന്നൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ലോ ആൻഡ് ഓർഡർ വഷളാവുമ്പോൾ മന്ത്രിക്ക് ഇടപെടാം. അതിന് പെരുമാറ്റച്ചട്ടം പെരുമാറ്റച്ചട്ടം വരുന്നത് മന്ത്രി എന്ന നില ദുരുപയോഗം ചെയ്യുന്നതിനാണ് പെരുമാറ്റച്ചട്ടം. മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട ചുമതല ചെയ്യുന്നതിന് പെരുമാറ്റച്ചട്ടം പ്രശ്നമില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉടനുണ്ടാകും. തൃശൂർ പൂരത്തിനിടെയുണ്ടായ സംഭവങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ED സതീശനും ആവശ്യപ്പെട്ടു. തൃശൂർ പൂരം മനഃപൂർവ്വമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലോട്ടാണ്. അതായത് അവിടെ ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. 2 മന്ത്രിമാര്, സംസ്ഥാന മന്ത്രിമാര് തൃശ്ശൂരിലെ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് എന്നിട്ട് ഒരു കമ്മീഷണറെ നടപടിയെടുത്ത് സ്ഥലം മാറ്റിയെന്ന് പറഞ്ഞ കമ്മീഷണർ മാത്രമാണ് ഉത്തരവാദിത്വം. 2 മന്ത്രിമാർ തൃശ്ശൂര് ക്യാമ്പ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അവരൊന്നും പറഞ്ഞ ഈ കമ്മീഷണർ കേൾക്കില്ലേ? തീർച്ചയായിട്ടും അന്വേഷിക്കണമല്ലോ. എന്തുകൊണ്ട് അങ്ങനെ നടന്നു എന്ന് അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ടാണ് അന്വേഷിക്കണതെന്ന്. ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ഒരു കമ്മീഷണറുടെ ഇത് മാത്രം. ഈ കമ്മീഷണറാണ് സർവപ്രതാപി. ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആൾക്ക് എന്താ ജോലി? തൃശ്ശൂർ പൂരം തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 10:30 മണി തൊട്ട് ബഹളമാണ്. 2 മന്ത്രിമാരുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഉറക്കമാണ് ഫുൾ ടൈം. ഈ കമ്മീഷണർ രാത്രി മുഴുവൻ, രാത്രി സന്ധ്യ കഴിഞ്ഞപ്പോൾ തൊട്ട് വെളുപ്പാങ്കാലം വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടാൻ വിട്ടുകൊടുക്കുന്ന ആഭ്യന്തര വകുപ്പാണോ? അങ്ങനെ ആ സ്ഥാനത്ത് ഇതേ ഇരിക്കരുതല്ല. ആഭ്യന്തര വകുപ്പ് ഒഴി, അതിന് യോഗ്യതയില്ലെങ്കിൽ ഇതൊക്കെ അവിശ്വസനീയമായ കാര്യങ്ങളല്ലേ? ഒരു കമ്മീഷണർ അലങ്കോലം കാണിക്കുകയാണെന്ന് ഒരു രാത്രി മുഴുവൻ. ഒരിടവേള കൂടി. മറ്റു നിലയ്ക്ക് പറഞ്ഞോ റാണി ആലപ്പുഴയിൽ 60-കാരിയെ കൊന്നുകുഴിച്ചിട്ടു. ചെട്ടിക്കാട് സ്വദേശി റോസമ്മയാണ് സഹോദരൻ ബെന്നി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 18 മുതൽ റോസമ്മയെ കാണാനില്ലായിരുന്നു. സഹോദരൻ കസ്റ്റഡിയിലാണ്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ 12-ാം വാർഡിൽ, അതായത് പൂങ്കാവ് പള്ളിക്ക് തൊട്ട് പുറകിലായാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഇപ്പോൾ നടന്നിട്ടുള്ളത്. 60-കാരിയായ റോസമ്മയാണ് സഹോദരനാൽ കൊല ചെയ്യപ്പെട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട സഹോദരൻ ബെന്നിയുടെ അറസ്റ്റ് ഇപ്പോൾ ആലപ്പുഴ നോർത്ത് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ 17-നാണ് റോസമ്മയെ കാണാതാകുന്നത്. പിന്നീട് മക്കളോ അല്ലെങ്കിൽ സഹോദരനോ റോസമ്മയെ സംബന്ധിച്ച് യാതൊരുവിധ അന്വേഷണവും നടത്തിയിരുന്നില്ല. സഹോദരൻ, അതായത് കൊല ചെയ്ത ബെന്നിയുടെ സഹോദരന്റെ മകളെ റോസമ്മയുടെ ഒരു സുഹൃത്ത് വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഇത്തരത്തിൽ റോസമ്മയെ കാണാനില്ല എന്നുള്ള വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടി, അതായത് പോലീസിന് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ള സഹോദരന്റെ പുത്രി സുജ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വന്ന വിശദമായ അന്വേഷണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ സുജ ഈ വീട്ടിലേക്ക് വരികയും റോസമ്മയുടെ വീട്ടിൽ, അതായത് റോസമ്മയ്ക്ക് 2 ആൺമക്കളാണുള്ളത്, ഒപ്പം തന്നെ തൊട്ട് ആ വീടിനോട് ചേർന്ന് തന്നെയാണ് സഹോദരൻ ബെന്നിയുടെ, അതായത് ഈ കൊല നടത്തിയ ബെന്നിയുടെ വീടുമുള്ളത്. ബെന്നിയുടെ വീട്ടിലാണ് കൂടുതൽ സമയവും റോസമ്മ ചെലവഴിക്കാറുള്ളത് എന്നുള്ളതാണ്. മക്കളുമായി ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു എന്നും നമുക്ക് നാട്ടുകാരുടെ മൊഴിയിൽ നിന്നും, നാട്ടുകാർ നൽകിയ വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള മൊഴി തന്നെയാണ് പോലീസിനും നൽകിയിട്ടുള്ളത്. അതേ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും, അതായത് കാണാതാവുന്ന ദിവസവും ബെന്നിയുടെ വീട്ടിലായിരുന്നു എന്നുള്ളതാണ്. ഈ റോസമ്മയുടെ തന്നെ സഹോദരന്റെ പുത്രിയായ സുജ ഇവിടെ എത്തി. ആ ഘട്ടത്തിലും തങ്ങൾക്ക് വിവരമൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് മക്കളും ഒപ്പം തന്നെ ഈ ബെന്നിയും അടക്കമുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി ഈ വീട്ടിൽ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ
നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ട് ഭാഗം ഇത്തരത്തിൽ കോൺക്രീറ്റ് ചെയ്യാനും ഒപ്പം തന്നെ സിമന്റ് ഇട്ട് മറക്കാനും ഒക്കെയുള്ള ശ്രമം നടന്നിട്ടുണ്ട്. പിൻഭാഗത്തും അത്തരത്തിലുള്ള ചില നിർമ്മാണങ്ങൾ നടന്നതായി വിവരം ലഭിക്കുന്നു. ഈ നിർമ്മാണങ്ങൾ നടത്തുന്നതിനിടയിൽ ബെന്നിക്ക് ശാരീരിക അസ്വസ്ഥമുണ്ടാവുകയും തുടർന്ന് ഈ സഹോദരന്റെ പുത്രിയായ സുജയെ വീണ്ടും ചെന്ന് കാണുകയായിരുന്നു. തുടർന്ന് ആണ് സുജയോട് വിവരം പറയുകയും ഇത്തരത്തിൽ തനിക്ക് റോസമ്മ പോയി എന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ തനിക്ക് ഒരു കയ്യബദ്ധം പറ്റിയതായുള്ള വിവരം നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ സുജ പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പോലീസ് എത്തുകയും വിശദമായ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. രാവിലെ തന്നെ ബെന്നിയെ പോലീസ് ചെട്ടിക്കാട് ഭാഗത്തു നിന്നുള്ള ഒരു ചായക്കടയിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യലിനിടയിലാണ് പോലീസ് സംഘം എത്തി വീടിന് പിൻവശം കുഴിച്ചത്. വീടിന് പിൻവശം കുഴിച്ചപ്പോൾ വീടിന്റെ ഭിത്തിയോട് ചേർന്ന് തന്നെ ഉള്ള ഒരു കുഴിയിലാണ് റോസമ്മയെ അടക്കം ചെയ്തിരുന്നതായി കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും മൃതദേഹം അടക്കം കണ്ടെടുത്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി അടക്കം സ്ഥലത്തെത്തി മറ്റ് പരിശോധനകളൊക്കെ നടത്തി മൃതദേഹം മാറ്റുന്ന നടപടിക്രമങ്ങൾ ആണ് ഇവിടെ പൂർത്തിയായി. എന്തായാലും ഈ സംഭവത്തിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ റോസമ്മയുടെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട, അതായത് മെയ് 1 റോസമ്മ കുട്ടനാട് സ്വദേശിയായ ഒരാളെ വിവാഹം കഴിക്കാനായി തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതാണ് ഈ ചുറ്റിക കൊണ്ട് തലക്കടിക്കാനും ഒപ്പം തന്നെ മരണത്തിലേക്ക് പോകാനുമുള്ള പ്രകോപനത്തിന് ഇടയാക്കിയെന്നുമുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മാസപ്പടി അന്വേഷണവുമായി ബന്ധപ്പെട്ട് CMRL ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ EDക്ക് മുൻപാകെ ഹാജരായി. ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാറും ED ഓഫീസിലെത്തി. ഇവരെ നേരത്തെ ഒന്നിലധികം തവണ ED വിളിച്ചു വരുത്തിയിരുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ അന്വേഷണം തുടരുകയാണ്. CMRL ഉദ്യോഗസ്ഥരെയാണ് ഈ ദിവസങ്ങളിൽ കൂടുതലായും തന്നെ ചോദ്യം ചെയ്യുന്നത്. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിൽ നടന്ന ചോദ്യം ചെയ്യലിന് ശേഷം അവിടെ നിന്ന് ചില രേഖകൾ കണ്ടെടുത്തിരുന്നു. അതിൻ്റെ സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷമാണ് വീണ്ടും ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ച് ഇന്ന് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ K സുരേഷ് കുമാർ, അതോടൊപ്പം തന്നെ ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാർ എന്നിവർ ഇന്ന് ED ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിലേക്ക് ED കടന്നേക്കും. പ്രധാനമായും തന്നെയും 1,70,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിന് കൈമാറിയെന്ന് സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരങ്ങൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഏത് രീതിയിലാണ് കൈമാറിയിരിക്കുന്നത്, എന്ത് സേവനമാണ് നൽകിയത് എന്നത് സംബന്ധിച്ചുള്ള EDയുടെ അന്വേഷണങ്ങൾക്ക് ഇതുവരെയും വ്യക്തമായൊരു ഉത്തരം നൽകാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, CMRLന് കഴിഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾക്ക്, ഇത് സംബന്ധിച്ച് ED പിടിച്ചെടുത്ത രേഖകളിലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. CMRL ഉദ്യോഗസ്ഥർ ഇതുവരെ നൽകിയിരിക്കുന്ന ഒരു വിവരമനുസരിച്ച് ഇത്തരം ഒരു കരാറുണ്ട്. അത് കമ്പനിയുടെ അധികാര പരിധിയിൽ വരുന്ന ചില കാര്യങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച പൂർണ്ണമായ കാര്യങ്ങളെല്ലാം തന്നെ MDക്ക് അറിവുള്ളതാണ്. ഈ പണം കൈമാറിയത് സംബന്ധിയായ കാര്യങ്ങളുമെല്ലാം തന്നെ സുതാര്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ഈ കരാർ സംബന്ധിയായ കാര്യങ്ങൾ എന്തിനാണോ, എന്ത് സേവനമാണ് നൽകിയിരിക്കുന്നത്, IT സേവന ദാതാക്കൾ എന്ന് പറയുമ്പോൾ പോലും അത് ഏത് രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ളതാണ്, അങ്ങനെ ഒരു സേവനം ലഭ്യമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു വ്യക്തമായൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതുവരെയും EDയിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു കാര്യങ്ങളിലുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. CMRLലെ ഉദ്യോഗസ്ഥരുടെ അടക്കം ചോദ്യം ചെയ്യൽ പൂർത്തിയായാലുടൻ എക്സാലോജിക്കിന് ഇക്കാര്യത്തിൽ എന്താണ് പറയുവാനുള്ളത്, എന്ത് വിശദീകരണമാണ് ഇക്കാര്യത്തിൽ നൽകാനുള്ളത് എന്നതടക്കമുള്ള നടപടികളിലേക്ക് ED സ്വാഭാവികമായും തന്നെ കടക്കുകയും ചെയ്യും. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കും ED കടന്നിരിക്കുന്നു. അത് എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തന്നെയായിരിക്കും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരിക. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് അടക്കം ED കടക്കുകയാണ്. അതിൽ ഇപ്പോൾ നടക്കുന്ന ചോദ്യാവലിക്ക് ശേഷം, ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യൽക്കെല്ലാം ശേഷം തന്നെ ED അടുത്ത നടപടികളിലേക്ക് വൈകാതെ തന്നെ നീങ്ങും എന്നാണ് ലഭ്യമാകുന്ന വിവരം. കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് EDക്ക് മുന്നിൽ ഹാജരായില്ല. രാവിലെ 10:00 കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നതായിരുന്നു നിർദ്ദേശം. ഹാജരാകാത്ത സാഹചര്യത്തിൽ MM വർഗീസിന് മറ്റൊരു ദിവസത്തേക്ക് നോട്ടീസ് നൽകാനുള്ള നീക്കത്തിലാണ് ED. CPMന്റെ ഏരിയ കമ്മിറ്റികളടക്കം വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാനും ED നിർദ്ദേശം നൽകിയിരുന്നു. കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ പാർട്ടിയുടെ പേരിലുള്ള 5 രഹസ്യ അക്കൗണ്ടുകൾ MM വർഗീസിന്റെ അറിവോടെയാണ് എന്നും ED ആരോപിച്ചിരുന്നു. ഒരിടവേള കൂടി.
സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ കേസിൽ പിടിയിലായ മുഹമ്മദ് ഇർഫാൻ 6 സംസ്ഥാനങ്ങളിലെ കുറ്റകൃത്യങ്ങളിൽ പ്രതിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ. ഭീമ ജ്വല്ലറി ഉടമയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ മോഷണവും ഇയാൾ തന്നെയാണ് എന്ന് പോലീസ് പറയുന്നു. ബീഹാറിൽ പഞ്ചായത്തിന്റെ ചുമതലയുള്ള ആളാണ് ഇയാളുടെ ഭാര്യ. അവരുടെ വാഹനത്തിലാണ് കൊച്ചിയിലെത്തിയത്. ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ആഭരണങ്ങൾ കണ്ടെടുത്തെന്നും ആളുകളെ സഹായിക്കാൻ മോഷണം നടത്തുന്നുവെന്ന് പ്രചാരണത്തോട് യോജിപ്പില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. 2024 ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ വിജയിയായി ഡി ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ നേട്ടത്തിലെത്തുന്ന ഇന്ത്യക്കാരനാണ് ഗുകേഷ്. ലോക ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഗുകേഷിന്റെ പേരിലായി. ഈ വർഷം നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗുകേഷ് നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിംഗ്ലറിനെ നേരിടും. 14ാം റൗണ്ടിൽ യുഎസിന്റെ ഹിക്കാരു നാക്കാമുറയെ സമനിലയിൽ തളച്ചതോടെ 9 പോയിന്റോടുകൂടിയാണ് ഗുകേഷ് ജേതാവായത്. റിലയൻസ് ജിയോയുടെ അറ്റാദായത്തിൽ 13% വർധന. ജനുവരി മാർച്ച് പാദത്തിൽ 5337 കോടി രൂപയാണ് നേടിയത്. കഴിഞ്ഞ വർഷം ഇത് 4716 കോടി രൂപയായിരുന്നു. കമ്പനിയുടെ വരുമാനത്തിൽ 11% വളർച്ചയുണ്ടായി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം തിരുവുത്സവം ദീപാലങ്കാരങ്ങളുടെയും ബഹുനില പന്തലിന്റെയും സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. 5 നിലകളിലായി 100 അടി ഉയരമുള്ള പന്തലാണ് ICL ഫിൻകോർപ്പ് ഒരുക്കിയിട്ടുള്ളത്. കൂട്ടംകുളം ജംഗ്ഷൻ മുതൽ എക്സിബിഷൻ കവാടം വരെ 20 അടി ഉയരത്തിലും 8 അടി വീതിയിലുമുള്ള ദേവീദേവന്മാരുടെ കട്ടൗട്ടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ICL ഫിൻകോർപ്പ് CMDയും ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാർ സമർപ്പണം നിർവഹിച്ചു. ഉമാ അനിൽകുമാർ, മുൻ MP സാവിത്രി ലക്ഷ്മൺ, ഇൻസ്പെക്ടർ മനോജ് K ഗോപി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CK ഗോപി, KAC മാനേജിംഗ് ഡയറക്ടർ MP ജാക്സൺ, നിസാർ അഷ്റഫ്, മുൻ ദേവസ്വം ബോർഡ് ചെയർമാൻ U പ്രദീപ് മേനോൻ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ജീവനക്കാർ, ഭക്തർ എന്നിവർ സന്നിഹിതരായിരുന്നു. സുകുമാർ അഴീക്കോട് സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ തത്വമസി പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരൻ വിജി തമ്പിക്ക്. വിജി തമ്പിയുടെ ഇതം പാരമിതം എന്ന നോവലാണ് അവാർഡിന് അർഹമായത്. 11,111 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലപ്പുറത്ത് നടക്കുന്ന ചടങ്ങിൽ അടുത്ത മാസം 12-ന് അവാർഡ് വിജി തമ്പിക്ക് സമർപ്പിക്കും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,755 രൂപ, പവന് 54,040. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,665, പവന് 45,320. വെള്ളി ഗ്രാമിന് 89, കിലോയ്ക്ക് 89,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു. നമസ്കാരം.